ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മക്കളുമായി അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അവരുടെ അഡിക്ഷനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ആദ്യം വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചിട്ടുണ്ടാവും, പിന്നീട് അതൊരു വഴക്കിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ അവസാനം അവരോട് പ്ലീഡ് ചെയ്യുന്നത് പോലെ, കെഞ്ചുന്നത് പോലെ അവരോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുമായി അവരുടെ അഡിക്ഷൻ റിലേറ്റഡ് സ്വഭാവവുമായി ബന്ധപ്പെട്ട് അവരോട് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, അവരോട് അഥവാ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു പോസിറ്റീവായ റിസൾട്ട് കിട്ടാത്തത്, ഈ ചോദ്യങ്ങളെ പറ്റി ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടുമുള്ള സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ അഡിക്ഷൻ റിലേറ്റഡ് ആയി അതുമായി ബന്ധപ്പെട്ട തെറാപ്പി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ പോപ്പുലറായ എവിഡൻസ് ബേസ്ഡ് ആയ ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ഈ ടെക്നിക്കിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് രണ്ട് വശങ്ങളിലൂടെ അഡിക്ഷൻ റിലേറ്റഡ് സ്വഭാവത്തെ കാണാൻ പരിശീലിക്കണം. നമ്മൾ ഈ ടെക്നിക്കിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കളോട് അഡിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്വഭാവ രീതികളെ പറ്റി സംസാരിക്കുമ്പോൾ അവരത് ചെവിക്കൊള്ളാതിരിക്കുകയും നമ്മളുമായി എപ്പോഴും ഒരു ആർഗ്യുമെന്റ് സംഭവിക്കുകയും ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിക്കണം. നമ്മൾ സാധാരണഗതിയിൽ എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നത് നമ്മൾ അവരുടെ പ്രോബ്ലമാറ്റിക് ആയ അഡിക്ഷൻ സ്വഭാവം കണ്ടുപിടിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ കോമൺ ആയി കാണപ്പെടുന്ന ഒന്നാണ് ഓൺലൈൻ ഗെയിംസിലൂടെയുള്ള അഡിക്ഷൻ, അല്ലെങ്കിൽ ഏത് നേരവും മൊബൈലിനകത്ത് ഓരോ വീഡിയോസ് കണ്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ രീതി. നമ്മൾ ഇത് കാണുന്നു, നമ്മൾ അവരെ വഴക്ക് പറയുന്നു, ആ വഴക്ക് കേട്ടുകൊണ്ട് അവർക്ക് ഉടൻ തന്നെ ബോധോദയം ഉണ്ടാവുന്നു, അവർ ആ സ്വഭാവത്തിൽ നിന്ന് മാറുന്നു. നമ്മൾ ഈ ഒരു ആംഗിളിൽ വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളും കുട്ടികളോട് സംസാരിക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം നമ്മൾ ഈ പറയുന്ന വഴക്ക് പറയുകയും ദേഷ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആശങ്കയും ഭയവും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ഇതുപോലെ ക്ലാസ്സിൽ പഠിക്കേണ്ട സമയത്ത്, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് മൊബൈലിലൂടെയും ഓൺലൈൻ ഗെയിമിനകത്തും ഒക്കെ ഇരുന്ന് സമയം കളഞ്ഞാൽ ഇവൻ എപ്പോൾ പഠിക്കും? പഠിക്കാതിരുന്നാൽ പരീക്ഷയ്ക്ക് തോക്കും, പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ആലോചിച്ച് ഇതിന്റെ പുറത്തുള്ള ആശങ്കയും ഭയവും കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മക്കളോട് ഈ തരത്തിൽ ദേഷ്യപ്പെടുന്നത്. ഇതേ സമയം നമ്മുടെ മക്കൾ അനുഭവിക്കുക എന്ന് പറയുന്നത് അഡിക്ഷൻ തുടക്ക സമയത്തല്ല. ഞാനീ പറയുന്നത് അഡിക്റ്റഡ് ആയി ആ ഓൺലൈൻ ഗെയിം ഫ്രീക്വന്റ് ആയി കണ്ടുകൊണ്ടിരിക്കുന്ന, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന സാഹചര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഞാൻ അഡിക്റ്റഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരാളിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത് വളരെ കോംപ്ലക്സ് ആണ്. അതിനെ സൈക്കോളജിയിൽ ആംബിവാലൻസ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ആംബിവാലൻസ് സ്റ്റേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺട്രഡിക്ടറി ആയ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം തന്നെ ചെയ്യണം എന്ന തോന്നൽ ഉള്ളിൽ ഉണ്ടാകുകയും അതിലൂടെ ഉണ്ടാകുന്ന ധർമ്മസങ്കടത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആംബിവാലൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, എനിക്ക് ഓൺലൈൻ ഗെയിമിന്റെ അഡിക്ഷൻ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ഗെയിം കളിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു എക്സൈറ്റ്മെന്റ് തരും. അതേ സമയം തന്നെ ഇതാണ് ആംബിവാലൻസിന്റെ ഒരു സ്റ്റേജ്. കോൺട്രഡിക്ടറി ആയ ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഇതാണ്. അതേ സമയത്ത് തന്നെ എന്റെ മനസ്സിൽ മറുവശവും ഉണ്ട്. എനിക്ക് തന്നെ അറിയാം, ഞാൻ ഓൺലൈൻ ഗെയിംസിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം കിട്ടില്ല, പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓരോ തവണ ഞാൻ ഓൺലൈൻ ഗെയിം ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിത് നിർത്തണം എന്ന ശക്തമായ ആഗ്രഹമുണ്ട്. കാരണം കോൺട്രഡിക്ടറി ആയ മറ്റൊരു തോട്ട് പ്രോസസ് എൻ്റെ ഉള്ളിൽ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. മാതാപിതാക്കൾ അല്ലെങ്കിൽ ആരാണോ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളിനോട് സംസാരിക്കുന്നത്, അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ആംബിവാലന്റ് മൈൻഡ് സെറ്റ് നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഉണ്ട് എന്നത് പലപ്പോഴും അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കും പൊതുവെ അതിനെപ്പറ്റി ആലോചിക്കാറ് തന്നെ ഇല്ല. പകരം അവർ ഈ ആംബിവാലന്റ് സ്റ്റേജിലെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്ത് ഇവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ അഡിക്റ്റഡ് ആയ ഒരാളുമായി സംസാരിക്കുന്ന സമയത്ത് ആർഗ്യുമെന്റ് ഉണ്ടാകുകയും അവർ നമ്മളോട് അകൽച്ച പാലിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് ഈ ആംബിവാലൻസ് എന്ന് പറയുന്ന മെന്റൽ സ്റ്റേജിന്റെ ഒരു വശം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൽ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ അവർ നമ്മളിൽ നിന്നും പതിയെ പതിയെ അകന്നു
അകന്നു പോവുകയും നമ്മളുമായി ആർഗ്യുമെന്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഡിക്ഷൻ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട സ്വഭാവ രീതികൾ ഉണ്ടെങ്കിൽ അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്തതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് കരഞ്ഞ് അപേക്ഷിച്ചതുകൊണ്ടോ ഒന്നും തന്നെ യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് നമ്മൾ അവരോട് സംസാരിക്കേണ്ട രീതി പതിയെ മാറ്റുക എന്നതാണ് ഇതിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സംസാരത്തിൽ വരേണ്ട മാറ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പ്രധാനമായും നമ്മൾ കണക്കിലെടുക്കേണ്ടത് അവർ അനുഭവിക്കുന്ന ആംബിവാലൻസ് എന്ന് പറയുന്ന മെന്റൽ സ്റ്റേജ് തന്നെയാണ് പ്രധാനമായും നമ്മൾ കണക്കിലെടുക്കേണ്ടത്. നമ്മൾ ഇവരോട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം ആംബിവലൻസ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഓരോ സ്റ്റേജിനെയും എടുത്ത് അതിൽ ഓപ്പൺ എൻഡഡ് ആയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ക്യൂരിയസ് ആകുക എന്നതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു മാർഗം. ഉദാഹരണത്തിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ എനിക്ക് ഓൺലൈൻ ഗെയിംസിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഓൺലൈൻ ഗെയിം ഇത്രത്തോളം കളിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ആംബിവലൻസ് സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു വശം എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ആണ്. എന്നോട് ഒരാൾ ഇത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നുകൂടി ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിക്കും. നമ്മൾ അതിനെ സെൽഫ് റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഓപ്പൺ എൻഡഡ് ആയ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അയാൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി അയാളുടെ ഉള്ളിൽ തന്നെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാനായി ശ്രമിക്കുകയാണ് ഇതിന്റെ ആദ്യത്തെ പടി. ഇനി ഇതേ ചോദ്യങ്ങൾ ഇതിന്റെ മറുവശമായ ആംബിവലൻസ് സ്റ്റേജിന്റെ രണ്ടാമത്തെ കാര്യത്തിലേക്ക്, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ഇത്രയും നേരം ഓൺലൈൻ ഗെയിം കളിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ നഷ്ടപ്പെടുത്തുന്ന സമയത്തെ പറ്റിയും അതിലൂടെ എനിക്ക് നഷ്ടപ്പെടുന്ന എൻ്റെ സ്കൂൾ ഗ്രേഡിനെ പറ്റിയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ നന്നാകണം, നമ്മൾ നന്നാകേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലേ എന്ന് നമ്മളെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന സൈക്കോളജിക്കൽ മെത്തേഡ്. ഇതിന് സൈക്കോളജിയിൽ മോട്ടിവേഷണൽ ഇന്റർവ്യൂ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാന ലോജിക് എന്ന് പറയുന്നത് ഒരു ഹ്യൂമനിസ്റ്റിക് ഫിലോസഫിയാണ്. എല്ലാ ആൾക്കാരുടെയും ഉള്ളിൽ സ്വയം നന്നാകണമെന്നും അവരുടെ പൊട്ടൻഷ്യൽ അതിന്റെ ഏറ്റവും സുപ്രീമസിയിൽ എത്തിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ ഉള്ളിലുണ്ട്, നമ്മുടെ മക്കളുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം തന്നെ എല്ലാ ആൾക്കാർക്കും ആപ്ലിക്കബിൾ ആയ കാര്യമാണ്. ഇതിനെ നമ്മൾ എത്രത്തോളം മനോഹരമായി വളരെ എംപതറ്റിക് ആയി ഈ ചോദ്യങ്ങളിലൂടെ ഒരാളിന്റെ ഉള്ളിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നയിടത്താണ് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ട് മക്കളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ രീതിയിൽ ഒരുപക്ഷെ ഈ പറയുന്ന ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ മക്കളോട് ചോദിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇടയിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് നിന്നെ ഈ കളിക്കാനായി പ്രേരിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വളരെ നാടകീയമായിട്ട് അത് തോന്നും. അപ്പൊ അതിന് പകരം നമ്മൾ ഇത് ഒരുപക്ഷെ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടോ ഒക്കെ ഈ രീതിയിൽ ഒന്ന് സംസാരിച്ച് ശീലിച്ചു നോക്കുക. അങ്ങനെ ശീലിച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു വളരെ നാച്ചുറലായി ഇത്തരം ചോദ്യങ്ങൾ നാടകീയതയൊന്നും ഇല്ലാതെ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ കൂളായിട്ട് ഇവരോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ എത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് നമ്മളോടുണ്ടാകുന്ന സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ നമുക്ക് കൂട്ടാൻ അത് സഹായിക്കുകയും അവരോടുള്ള വാഗ്വാദം, ആർഗ്യുമെന്റ് ഇതെല്ലാം കുറയ്ക്കാനും അവർക്ക് നമ്മളോട് അകൽച്ച എന്നതിന് പകരം സ്നേഹം എന്ന ഒരു ആസ്പെക്ട് അതിലേക്ക് കൊണ്ടുവരാനും തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ ഇന്നു മുതൽ മോട്ടിവേഷണൽ ഇന്റർവ്യൂ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ആംബിവാലൻസ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പ്രധാന സംഗതി, അവരുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉണ്ട് എന്ന് തിരിച്ചറിയുക, അതിനെ അടിസ്ഥാനപ്പെടുത്തി അവരോട് ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ പരിശീലിക്കുക. നിങ്ങളുടെ മക്കളോട് എന്തൊക്കെ തരത്തിലുള്ള ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്? പ്ലീസ് ഡു കമന്റ്. നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി മുതൽ ചോദിക്കില്ല എന്നതുകൂടി കമന്റ് ചെയ്യുക. ഇത് നമ്മുടെ സിനിമയിലെ ഡയലോഗ് പോലെ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ ആയി കഴിഞ്ഞാൽ ഇത് വളരെ ത്രില്ലിംഗ് ആയ ഒരു അനുഭവമായിരിക്കും. നമുക്ക് അവരെ നമ്മോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കാനും അവരെ സ്വയം മാറുന്നതിന് വേണ്ടി അവരുടെ ഉള്ളിൽ തന്നെ ആ മാറ്റത്തിനുള്ള ഒരു തിരി തെളിയിക്കാനും നമുക്ക് ഉറപ്പായും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധിക്കും. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. സീ യു സൂൺ അഗൈൻ. ചിയേഴ്സ്.